നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. ഈ 28ാമത്തെ ചതുർയുഗത്തിലെ അവസാനത്തേതായിട്ടുള്ള കലിയുഗം തുടങ്ങിയിട്ട് 5126 വർഷമാണിത്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽക്കാണ് കലിയുഗം തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നു. അന്നേ ദിവസം മുതൽക്ക് ദിവസക്കണക്കിന് നോക്കുകയാണെങ്കിൽ കലിദിന സംഖ്യ എന്ന് പറയുന്നു. ആ കലിദിന സംഖ്യ ഇന്ന് 18,72,416 ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1200 ആണ്ട് കർക്കടക മാസം 9 തീയതിയാണ്. ശകവർഷം കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 3 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 25 തീയതിയാണ്. ഇന്ന് മുതൽക്ക് ശുക്ലപക്ഷം തുടങ്ങുകയാണ്. ഇന്നലെ വരെ കൃഷ്ണപക്ഷം കഴിഞ്ഞു. ഇന്നലെ വാവായിരുന്നു. ഇന്ന് ശുക്ലപക്ഷം തുടങ്ങി. ഇന്ന് പ്രഥമ തിഥിയാണ്. ഇന്ന് കരണം സംഭവിക്കുന്നത് സിംഹകരണമാണ്. നിത്യയോഗം സിദ്ധി നാമ നിത്യയോഗമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂയം നക്ഷത്രമാണ്. ഞാറ്റുവേല പൂയം തന്നെ. ഇന്ന് ദിവസം വെള്ളി, ശുക്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം 6:16:41 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:44 12 അസ്തമയം സംഭവിക്കുന്നത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 27 മിനിറ്റ് 31 പകലിന്റെ ദൈർഘ്യത്തിനാണ് ദിനമാനം എന്ന് പറയുന്നത്. പകൽ ഏറിയിരിക്കുന്ന കാലമാണ്. അത് ക്രമേണ കുറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. രാഹുകാലം വരുന്നത് 10:57 രാവിലെ 10:57 മുതൽക്ക് 12:30 വരെയാണ്. ഗുളിക കാലം വരുന്നത് 7:50 മുതൽക്ക് 9:23 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:37 മുതൽക്ക് 5:10 വരെയുള്ള സമയത്താണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്കാണ്. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കാണ് ധനുക്കൂറ് എന്ന് പറയുക. ഈ ധനുക്കൂറ് പ്രകാരം 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം ഈ നക്ഷത്രക്കാർക്ക്, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. അവർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം വർജിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:06 തുടങ്ങി 12:28 വരെയും മധ്യത്തിലുള്ള 4 മിനിറ്റ് വർജിച്ചിട്ട് 12:32 മുതൽക്ക് 12:54 വരെയും ആണ്. പൊതുവെ അഭിജിത് മുഹൂർത്തം പറയുന്നത് 12:06 മുതൽക്ക് 12:54 വരെയുള്ള സമയമാണ്. അതിൽ മധ്യത്തിലുള്ള സന്ധി സർവത്ര വർജയിൽ എന്നാണല്ലോ. ആ സന്ധി 4 മിനിറ്റ് വർജിച്ചിട്ടാണ് ഈ ഒരു സമയം പറയുന്നത്. ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങൾ ഒന്നുമില്ലാത്ത ദിവസങ്ങളിലും നാള് പക്കം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് പൂയം നക്ഷത്രമാണ്. എല്ലാ തരത്തിലുള്ള ഇന്നത്തെ ദിവസം പൊതുവെ പൂയം നക്ഷത്രം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിനമല്ല, നാളല്ല. അപ്പോൾ എങ്കിലും ചില മംഗളകർമ്മങ്ങൾ നടത്താവുന്നതാണ്. അതിലെ വളരെ പൗഷ്ടിക കർമ്മങ്ങൾ, അത് ഉത്സവം മുതലായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം, അതുപോലെ ശാന്തി കർമ്മം ഇങ്ങനെയുള്ളവ ഒഴിച്ചിട്ടുള്ള മറ്റ് മംഗളകർമ്മങ്ങൾക്ക് പൂയം നക്ഷത്രം, മറ്റ് മംഗളകർമ്മങ്ങൾക്ക് പൂയം നക്ഷത്രം ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് കർക്കിടകം 9 രാമായണ മാസം തുടങ്ങി 9ാമത്തെ ദിവസമാണ്. അതാത് ദിവസങ്ങളിൽ പാരായണം ചെയ്യേണ്ട രാമായണ ഭാഗങ്ങൾ ഗുരുവിൻ്റെ നിർദ്ദേശത്തോടുകൂടി പാരായണം ചെയ്യുകയും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഒന്നുകൂടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.